രുചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പപ്പായ ഉലർത്താണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരുവിധം പഴുത്ത് തുടങ്ങിയതായ പപ്പായയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇത് ടൈം കുറച്ച് മതി ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും പഴുത്ത് തുടങ്ങിയ പപ്പായ എന്ന് പറയുന്നത്. ഇതിലോട്ട് നമ്മൾ ശരിക്കും ഉപ്പും മുളകും അതിന് ചേരുവകളും കൂടെ ചേരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ആദ്യം ഞാനിത് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യുകയാണ്. തീരെ നൈസായിട്ട് അരിയണ്ട, കാരണം ഇത് പെട്ടെന്ന് വെന്ത് പോകുന്നത് കൊണ്ട് നമുക്ക് അല്പം വലിപ്പം കൂടിയ സ്ലൈസസ് ആക്കാം. പെട്ടെന്ന് വെന്തുടഞ്ഞു പോകാതിരിക്കും അല്പം വലുപ്പത്തിൽ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും. എന്നാൽ ഞാൻ ഒരുവിധം ചെറിയ ചെറിയ സ്ലൈസസ് ആക്കി തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സ്ലൈസ് നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഇതിന് കുക്ക് ചെയ്യാൻ വളരെ കുറച്ച് സമയം മതിയെന്ന് തന്നെ ഞാൻ പറഞ്ഞില്ല. അത്രയും സമയം കൊണ്ട് നമുക്ക് കുക്കായി കിട്ടും. മാക്സിമം 5 to 10 മിനിറ്റ്സിൽ നമ്മുടെ പപ്പായ ഉലർത്ത് റെഡിയായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ എല്ലാ പീസസും തന്നെ കട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി ഞാൻ വാഷ് ചെയ്തതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്തത്. ഇത് കുറച്ച് ഗ്രീൻ ചില്ലി, 4 ഗ്രീൻ ചില്ലി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കാന്താരിമുളക് എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ മീഡിയം ടൈപ്പിലുള്ള ചെറിയ ഉള്ളിയാണ്. ഇത് സ്ലൈസസ് ആയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. തീരെ പൊടിയായിട്ടല്ല അരിയേണ്ടത്. കപ്പളങ്ങ അഥവാ പപ്പായ നമ്മൾ അല്പം നീളത്തിലല്ലേ അരിഞ്ഞേക്കണം. അപ്പോൾ അതിൻ്റെ ആ കഷ്ണത്തിനോട് മാച്ചാകത്തക്ക വിധത്തിൽ സ്ലൈസസ് ആയിട്ട് നീളത്തിൽ അങ്ങ് അരിഞ്ഞ് ചേർത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ചീനിച്ചട്ടിയിൽ ഞാൻ 3 ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കടുകും ഇട്ട് വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട്. ഉള്ളി അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇച്ചിരി അധികം ചേർത്താലും നല്ലതാണ് കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് കിട്ടാനും. പിന്നെ അത് തന്നെയല്ല, അത് ഫ്രൈ ആയി കഴിയുമ്പോൾ തന്നെ നല്ലൊരു കളർ ആയിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓടുന്നില്ല ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ വേവിച്ച് വെച്ചതായിരിക്കാം കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തത്. കടലപ്പരിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുതിർത്താതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വേവിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ കടലപ്പരിപ്പ് വെന്ത് കിട്ടാൻ അല്പം വൈകും. അപ്പം നമ്മൾ ഈ പപ്പായ വേകാൻ കുറച്ച് സമയം മതി. അപ്പോൾ അതിൻ്റെ വേവുമായിട്ട് മിസ്മാച്ച് ആവും. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലെല്ലാം കൂടെ കൂടി കൂട്ടി ഇളക്കി കൊടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പകുതി പഴുത്ത കപ്പളങ്ങ എന്ന് പറയുന്നത്, പപ്പായ എന്ന് പറഞ്ഞാൽ അല്പം മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്തത്. പിന്നെ ഉപ്പൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളണം, ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. മുകളിലിരിക്കുന്ന കപ്പളങ്ങയുടെ പീസസ് ഇളകിയെങ്കിലേ ശരിക്കും പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. പിന്നെ തേങ്ങ ഒരുപാട് ഓവറാകണ്ട. ഞാൻ ഒരു കട്ടോരി അഥവാ ഒരു ബൗള് നിറച്ച് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പച്ചത്തേങ്ങയായിരുന്നു. പിന്നെ നമുക്ക് ഒരുപാട് മൂപ്പുള്ള തേങ്ങയാണെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് ചേർത്താലും മതി. അപ്പോൾ നമ്മുടെ പപ്പയ ശരിക്കും
6 മിനിറ്റ് എടുത്തുള്ളൂ. 6 മിനിറ്റ് കൊണ്ട് നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും വേവണ പപ്പായയും കൂടെ, ചില പപ്പായ വേകാനായിട്ട് അല്പം ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ വേവ് നോക്കിയിട്ട് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അല്പം നേരോടെ നമ്മൾ തീ ഓഫ് ചെയ്യാതെ വെച്ച് മൂടി വെച്ചാൽ മതി. അപ്പം നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.